ഖമേനി കൊല്ലപ്പെട്ടത് ചൈനയുടെ ചതി കാരണമാണ്. ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തലുകൾ പുറത്തു വരികയാണ്. അതിന് തക്കതായിട്ടുള്ള കാരണവുമുണ്ട്. നമുക്കറിയാം, ഈ സംയുക്ത ആക്രമണത്തിൽ ഇറാന് മേലെയുള്ള വലിയ രീതിയിൽ അപലപിക്കുകയൊക്കെ ചെയ്തു ചൈനീസ് പ്രസിഡൻ്റൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ചൈനയുടെ ചതി കാരണമാണോ ഇറാനിലെ നേതൃത്വ നിരയെ മുഴുവനായിട്ട് അല്ലെങ്കിൽ കുറേയൊക്കെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചത് എന്ന് വിലയിരുത്തലുകൾ വരാനുള്ള കാരണം? ശരിക്കും ഇറാന്റെ കൈവശമുള്ള ഏറ്റവും ആധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടെ HQ-9B എന്ന ആന്റി മിസൈൽ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. പിന്നെ അതുപോലെ തന്നെ YLC-8E എന്ന് പറയുന്ന YLC-8E എന്ന റഡാർ, ആ റഡാർ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും ട്രാക്ക് ചെയ്യാനും അതുപോലെ അങ്ങനെ ട്രാക്ക് ചെയ്തതിന് ശേഷം HQ-9Bയുടെ മിസൈലുകൾ ഉപയോഗിച്ച് അതിനെ തകർക്കാനും ഒക്കെ പറ്റുമെന്നൊക്കെയുള്ള ഒരുപാട് അവകാശവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു അയത്തുള്ള അലി ഖമൈനി. ആ അദ്ദേഹത്തിനെ അമേരിക്ക യുദ്ധം തുടങ്ങുന്ന ദിവസം തന്നെ വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിനെ ഇല്ലാതാക്കി. അപ്പം ഗൗതം ചോദിച്ച പോലെ ഒരു നേതൃനിരയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു അമേരിക്കയുടെ തന്ത്രത്തിന്റെ ഒരു ഭാഗം അതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇറാന്റെ ഈ അമേരിക്കയുടെ ആക്രമണത്തിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ കുന്തമുന എന്ന് പറയുമ്പോൾ അത് ഈ നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അമേരിക്ക നേതാക്കന്മാരെ എല്ലാം ഉന്മൂലനം ചെയ്യുമെന്ന് പറയുമ്പോൾ അതല്ല, ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവം, അതിനുവേണ്ട ആധുനിക ആയുധങ്ങൾ ഇതൊക്കെ ചൈനയിൽ നിന്നാണ്. പക്ഷേ ഈ ചൈനീസ് ആയുധങ്ങൾ പരാജയപ്പെട്ടു, പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാനെ പറ്റിക്കുകയല്ലായിരുന്നു ചൈന. ഇറാന്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ഇറാന്റെ നേതൃത്വത്തിന് അവർക്ക് ഏറ്റവും സംരക്ഷണം കൊടുക്കേണ്ട വ്യക്തികൾക്ക് അവരെ സംരക്ഷിക്കാൻ ഇത് പര്യാപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിച്ച് അതിന് പകരമായിട്ട് ഈ പഴഞ്ചൻ സാധനം എല്ലാം കൂടെ ഇറാന് കൊടുത്ത് ഒരു പ്രയോജനമില്ലാത്ത കുറെ മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ ചെന്നിട്ട് അത് എന്താണ് ഇംഗ്ലീഷിൽ അതിന് വരെ ഒരു ക്രംബിൾഡ് ലൈക്ക് എ കുക്കി എന്ന് പറയും, ഒരു ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു പോയി. അത് ഒരു വല്ലാത്ത ഒരു തിരിച്ചടിയാണ് ചൈനയുടെ ആയുധങ്ങളെ സംബന്ധിച്ച്. നമ്മൾ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ HQ-9Bയും അതുപോലെ തന്നെ HQ-15 ഒക്കെ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നു. ഒരു പ്രയോജനമില്ലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലും സ്കാപ്പും ഒക്കെ തന്നെ, സ്കാപ്പ് മിസൈലും എല്ലാം തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് പിന്നെ പാകിസ്ഥാന്റെ പ്രധാന വ്യോമത്താവളങ്ങൾ 9 നശിപ്പിച്ചു. 9 അല്ല 11, 9 തീവ്രവാദ ക്യാമ്പുകളും നശിപ്പിച്ചു. പാകിസ്ഥാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മുഴുവൻ നശിപ്പിച്ചു. പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തെ നശിപ്പിച്ചു. പാകിസ്ഥാന്റെ എന്തിനേറെ പറയുന്നു, പാകിസ്ഥാന്റെ പിന്നെ അണ്വായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ചഗായി കുന്നുകൾക്ക് വരെ ഈ മിസൈലുകൾ പ്രഹരമേൽപ്പിച്ചു. ഇന്ത്യ വേണമെന്ന് വിചാരിച്ചെങ്കിൽ അതും പൂർണ്ണമായിട്ട് തകർക്കായിരുന്നു. പാകിസ്ഥാൻ നിസ്സഹായമായി പോയി. അത് കഴിഞ്ഞിട്ട് വെനിസ്വേലയിൽ എത്തിയപ്പോഴോ അവിടെയും ഇത് തന്നെ സംഭവിച്ചു. പ്രസിഡന്റ് മദൂറോയ്ക്ക് സംരക്ഷണം ഒരുക്കിയിരുന്ന ചൈനീസ് ആയുധങ്ങളാണ്. ചൈനീസ് ആയുധങ്ങൾ അവിടെയും പരാജയപ്പെട്ടു. അമേരിക്ക അതിനെയൊക്കെ നിശ്ചലമാക്കി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന അമേരിക്കയുടെ ഇലക്ട്രോണിക്സ് വാർഫെയറിനെ അതിജീവിക്കാൻ HQ-9Bക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അമേരിക്ക ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ ഒരു ഇലക്ട്രോണിക്സ് ജാമിങ് സിസ്റ്റമുള്ള 2 വിമാനങ്ങൾ അവിടെ വിട്ടിരുന്നു. അത് കംപ്ലീറ്റ് ഇറാന്റെ പിന്നെ ഇലക്ട്രോണിക്സ് നെറ്റ്വർക്കുകളെ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച അത് അപ്പോൾ ഈ HQ-9Bക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല. ഈ അവരുടെ ക്ലെയിം അനുസരിച്ച് ഈ HQ-9B ഏതാണ്ട് 15 തൊട്ട് 20 ടാർഗറ്റുകളെ ഒരേ സമയം ട്രാക്ക് ചെയ്യുകയും അതിൽ 6 തൊട്ട് 8 എണ്ണത്തിനെ വരെ എൻഗേജ് ചെയ്യുക എന്ന് വെച്ചാൽ നശിപ്പിക്കാനും പറ്റും എന്നുള്ളതാണ്.
പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇതിന്റെ അർത്ഥം ചൈന ഇവിടെ ചൈനീസ് ആയുധങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോ യഥാർത്ഥത്തിൽ മുഖ്യമായിട്ടും ഈ അവസരത്തിൽ ഇറാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനീസ് ആയുധങ്ങളെയാണ്. ശരിക്കും റഷ്യയുടെ S-300 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് ആധുനികമല്ല. നമ്മുടെ കൈവശമൊക്കെ ഇരിക്കുന്ന S-400 തന്നെ അതിന്റെ S-400ന്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. പക്ഷെ ഇറാന്റെ കൈവശം S-300 ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ 2025 ജൂണിൽ നടത്തിയ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ അവര് S-300നെ ടാർഗറ്റ് ചെയ്ത് അത് നശിപ്പിച്ചു. അങ്ങനെ ഇപ്പൊ ചൈനയുടെ ആയുധങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു ഇറാൻ. ആ അവസ്ഥയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായത്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം കുറച്ചുകൂടി ശക്തമായിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ ഇറാന്റെ കയ്യിൽ മിസൈൽ അവർ തന്നെ നിർമ്മിച്ച മിസൈലുകളുണ്ട്. നമ്മളത് പറഞ്ഞു. അവർ തന്നെ നിർമ്മിച്ച മിസൈലുകളും അവർ തന്നെ നിർമ്മിച്ച ഡ്രോണുകളും അബാബിൽ, ഷഹീൻ, അതിനൊക്കെയുള്ള ഡ്രോണുകൾ അതൊക്കെ ഉണ്ട്. പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനം അവരുടേത് വളരെ പിറകിലാണ്. ഇറാന് ഉള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ദൗർബല്യമാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അഭാവം. അങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം, യഥാർത്ഥത്തിൽ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ചു വരുന്ന അമേരിക്കൻ വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ വലിയ കനത്ത നാശനഷ്ടം വരുത്താൻ ഇറാന് കഴിയുമായിരുന്നു. ഇപ്പൊ അത് മാത്രമല്ല, ആധുനിക കാലത്തെ യുദ്ധത്തിൽ ലെയേർഡ് ഡിഫൻസ് ആണ് തത്വം. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുക. ഇന്ത്യ മുൻനിരയിൽ S-400 ആണ്. അതിനെ കവച്ചു വെച്ച് ആ പ്രതിരോധത്തെ വെട്ടിച്ച് ഉള്ളിലേക്ക് കടന്നു വരുന്ന ഡ്രോണുകളാകട്ടെ, വിമാനങ്ങളാകട്ടെ, മിസൈലുകളാകട്ടെ, അതിനുള്ളിലുള്ള രണ്ടാമത്തെ ഒരു ലെയറുണ്ട്. അതാണ് ബറാക്ക് 8 എന്ന് പറയുന്ന ബറാക്ക് സിസ്റ്റം. ആ ബറാക്ക് വ്യോമ പ്രതിരോധ സംവിധാനം S-400ന്റെ പ്രതിരോധത്തെ ഭേദിച്ച ഉള്ളിലേക്ക് കയറി വരുന്നതിനെ ഈ ബറാക്ക് സിസ്റ്റം ഡിഫെൻഡ് ചെയ്യും. S-400 എന്ന് പറയുന്നത് ഏതാണ്ട് 400 കിലോമീറ്റർ റേഞ്ച്, 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിൻ്റെ മിസൈലുകളെ, വിമാനങ്ങളെ, അതുപോലെ റോക്കറ്റുകളെ ഒക്കെ തന്നെ പ്രതിരോധിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ വെട്ടിച്ചുള്ളിലോട്ട് കയറിയാൽ 250 കിലോമീറ്റർ ഇന്ത്യയുടെ അടുത്തെത്തുമ്പോൾ ബറാക്ക് സിസ്റ്റം അവിടെ പ്രതിരോധവുമായിട്ട് വരും. ആ ബറാക്കിന്റെ പ്രതിരോധത്തെ അതിജീവിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ തദ്ദേശീയമായ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ 3 ലെയർ മിസൈൽ ഡിഫൻസ് അല്ലെങ്കിൽ വ്യോമ പ്രതിരോധം ഭേദിച്ചു വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഇനി ലക്ഷ്യസ്ഥാനത്തെത്തിയാലോ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ ഇപ്പം നമ്മളത് കൂട്ടിയിട്ടുണ്ട്, 30 കിലോമീറ്റർ വരെ ആയിട്ടുണ്ട്. റേഞ്ചുള്ള ലേസർ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. മാൻ പോർട്ടബിൾ മിസൈൽ, അതായത് പിന്നെ താഴെയിൽ നിന്നും മനുഷ്യനെ എടുത്തു നീക്കാൻ പറ്റുന്ന ഷോർട്ട് ഡിസ്റ്റൻസ് പ്രതിരോധ മിസൈലുകളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ വെട്ടിച്ചു വേണം ഒരു ആക്രമണ മിസൈലിനോ ഒരു വിമാനത്തിനോ ഒരു ഡ്രോണിനോ ഒക്കെ ആക്രമിക്കാൻ. ഈ ലെയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. ഇതൊരു ദിവസം ഒന്നും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല, വർഷങ്ങളുടെ ഒരു പ്രയത്നഫലമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് S-400 റഷ്യയിൽ നിന്നും, അതുപോലെ ബറാക്ക് ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനമാണ്. അതുപോലെ തന്നെ പിന്നെ ആകാശ് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇറാനെ സംബന്ധിച്ചുള്ള ചില പരിമിതികൾ, അതുപോലെ തന്നെ ഈ ചൈനയുടെ ഈ YLC-80 എന്ന് പറയുന്ന ഈ റഡാർ സിസ്റ്റം പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. കാരണം അമേരിക്കയുടെ എല്ലാ വിമാനങ്ങൾക്കും ഇഷ്ടം പോലെ ഇവിടെ കയറി വന്ന് ബോംബിട്ടിട്ട്, ടെഹ്റാനിലും ഒക്കെ ബോംബിട്ടിട്ട് അവര് സുഖമായിട്ട് തിരിച്ചുപോയി. ഇപ്പൊ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ആയത്തുള്ള അലി ഖമനയി മാത്രമല്ല, മുഹമ്മദ് അഹമ്മദി നജാദ്, പണ്ട് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിനെയും വധിച്ചു. പ്രധാനപ്പെട്ട പിന്നെ
ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒക്കെ പ്രധാനപ്പെട്ട പലരെയും കൊന്നു. അത് 2020 തൊട്ട് ഇത് തുടങ്ങിയതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പിന്നെ അന്ന് 2020 ആദ്യത്തെ ആക്രമണം, അത് പ്രിസിഷൻ വെപ്പൺസ് കൊണ്ടാണ് അമേരിക്ക ഇസ്രായേലും ഒക്കെ ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു എന്താ, ഇതിനെ തടുക്കാനുള്ള ഒരു ശേഷി ദൗർഭാഗ്യവശാൽ ഇറാൻ ഇല്ല. ആ അഭാവമാണ് അവർ ചൈനയെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ചൈനയുടെ പിന്നെ വെനിസ്വേലയിലാണെങ്കിൽ ചൈനയുടെ JY-27A എന്ന ഒരു റഡാർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടവിടെ. HQ-9 അവിടെയും ഉണ്ടായിരുന്നു. ഇപ്പൊ HQ-9 എന്ന് പറയുന്നത് ഇന്നൊരു പരിഹാസപാത്രമായിരിക്കുകയാണ്. HQ-9B ഒരു പ്രയോജനമില്ല. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ എന്താണ് ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ വാങ്ങിച്ചെടുത്തിട്ട് ഈ ആർക്കും കൊള്ളാത്ത പഴയ സാധനങ്ങളെല്ലാം കൂടെ, ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം കൂടെ ഇറാന് കൊടുക്കുകയും അങ്ങനെ അത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇറാന്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ അത് സംരക്ഷിച്ചോളൂ എന്നൊക്കെ ഇറാൻ വിചാരിച്ചു. അതൊന്നും നടന്നില്ല. ഇറാന്റെ നേതൃത്വ നിര തന്നെ മരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ ചൈനയാണ് ഇതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയും. ചൈന ഇറാനെ വഞ്ചിക്കുകയായിരുന്നു. ഇനി ഈ ചൈന കൂടുതൽ ആയുധങ്ങളുമായിട്ട് ഇപ്പം ഇറാന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. വാങ്ങിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു റഷ്യയുടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ചൈനയുടെ ആയുധങ്ങൾ എല്ലായിടത്തും യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഒരു പൂർണ്ണമായിട്ട് തകരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ശരി, ചിലർ കണ്ടാൽ പഠിക്കും, ചിലർ കൊണ്ടാൽ പഠിക്കും, ചിലർ കണ്ടാലും കൊണ്ടാലും പഠിക്കുന്നില്ല. ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ച് വേറെ അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതാകാം. എന്തായാലും ശരി, ചൈന ഒന്ന് അടങ്ങിയിട്ടുണ്ട് ഈ യുദ്ധങ്ങളിലെ പരാജയങ്ങളൊക്കെ വന്നതിന് ശേഷം. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ത്യയോട് വളരെ സൗഹാർദ്ദത്തിലാണ് ചൈന. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ അവസാനിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവരെയും പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം യുദ്ധം ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും ഗൾഫ് മേഖലയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയും വേഗം യുദ്ധം അവസാനിക്കട്ടെ, അതിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കാതിരിക്കാൻ അപ്പോൾ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തട്ടെ. എന്തായാലും വാർത്തകൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തുകൊണ്ടിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ ഒരുമിച്ച് വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം.